മുസ്ലിം ലീഗ് ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന CPM പ്രവർത്തകർ മരിച്ചു. കണ്ണൂർ അരിയിലെ വള്ളേരി മോഹനനാണ് മരിച്ചത്. 2012 ഫെബ്രുവരി 21-നാണ് മോഹനനെ മുസ്ലിം ലീഗ് അക്രമി സംഘം ആക്രമിച്ചത്. മോഹനന്റെ വീട്ടിലെത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സഖാവ് മോഹനൻ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. 13 വർഷം മുമ്പ് ലീഗുകാരുടെ അക്രമത്തിന് വിധേയമായി ചികിത്സയിലായിരുന്നു മോഹനൻ. കഴിഞ്ഞ 13 വർഷക്കാലം ദുരന്തപൂർണമായ ഒരു ജീവിതമായിരുന്നു സഖാവ് മോഹന്. ആശുപത്രിയും ചികിത്സയും വീടുമായി കഴിഞ്ഞ 13 വർഷക്കാലം പിന്നിട്ടതിന് ശേഷം നമ്മെ വിട്ടുപിരിഞ്ഞ മോഹനൻ രക്തസാക്ഷി എന്ന നിലയിൽ ഇത്രയും കാലത്തെ സഹനപൂർണമായ ജീവിതം പാർട്ടിയോടൊപ്പം നിന്നു CPM-ന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കടന്നാക്രമണത്തിന് വിധേയമാവേണ്ടി വന്നത്. സഖാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഒരു രക്തസാക്ഷിക്കുള്ള എല്ലാ ആദരവോടും കൂടി ശവസംസ്കാര ചടങ്ങ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കാനാണ് പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, 2012 ഫെബ്രുവരി 21-നാണ് മോഹനെ ഇത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ അക്രമി സംഘം ആക്രമിച്ചത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിന്റെ മരണവാർത്ത പുറത്തു വന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ പൊതുദർശനം തുടരുകയാണോ? എപ്പോഴാണ് സംസ്കാര ചടങ്ങുകളൊക്കെ? എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ശ്രീനിധി, ഇപ്പോഴും പറപ്പൂൽ AV കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ പൊതുദർശനം തുടരുകയാണ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, സംസ്ഥാന സമിതി അംഗം P ജയരാജൻ, ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തിയിരുന്നു. 13 വർഷം നീണ്ട ഈ ജീവിക്കുന്ന രക്തസാക്ഷിയായി ജീവിച്ചതിന് ശേഷം, സഹന ജീവിതത്തിന് ശേഷമാണ് ഇന്ന് രാവിലെ 3:45 കണ്ണൂർ AKG ആശുപത്രിയിൽ വച്ച് ഈ മോഹനൻ മരണത്തിന് കീഴടങ്ങുന്നത്. 2012 ഫെബ്രുവരി 21 രാവിലെ 8:30 അരിയിലെ വീട്ടിൽ വെച്ച ഈ മുസ്ലിം ലീഗിന്റെ അക്രമി സംഘം മോഹനനെ അവിടെ നിന്നും പിടിച്ചിറക്കി ബലം പ്രയോഗിച്ച് കൊണ്ടുപോവുകയും അടുത്തുള്ള കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി ശരീരമാസകലം വെട്ടി നുറുക്കിയതിന് ശേഷം മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ച് പോവുകയും ചെയ്തത്. പിന്നീട് അവിടെ നിന്ന് വലിയ ദീർഘനാളത്തെ ചികിത്സയ്ക്ക് ശേഷം ജീവൻ തിരിച്ചു കിട്ടിയെങ്കിലും ജീവിതത്തിലേക്ക്, സാധാരണ നിലയിലുള്ള ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ മോഹനന് സാധിച്ചിരുന്നില്ല. ജീവിക്കുന്ന രക്തസാക്ഷി എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഇത്രയും കാലം കഴിഞ്ഞിരുന്നത്. ഇന്ന് രാവിലെയാണ് 3:45 കൂടിയാണ് മരണം സംഭവിച്ചിരുന്നത്. ആ ഒരു സമയമെന്ന് പറയുന്നത് കണ്ണൂർ അരിയിൽ മേഖലയിൽ മുസ്ലിം ലീഗ് സംഘം വ്യാപകമായി ഭീതി പരത്തിയിരുന്ന വലിയ തുടർച്ചയായ അക്രമ സംഭവങ്ങൾ നടന്നിരുന്ന സമയമായിരുന്നു. CPIM പ്രവർത്തകരുടെ വീടുകൾക്കും CPM പ്രവർത്തകർക്ക് നേരെയും പാർട്ടി ഓഫീസുകൾക്കുമെല്ലാം നേരെ കടന്നാക്രമണം നടന്ന സമയമായിരുന്നു. ഈ സംഘർഷത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു അക്രമ പരമ്പര നടക്കുന്ന ഇതേ സമയത്ത് വെച്ച് തന്നെയായിരുന്നു അന്ന് CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജനെ ഉൾപ്പെടെ TV രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കളെ ഉൾപ്പെടെ ആക്രമിക്കുന്ന സംഭവം കൂടി ഉണ്ടായത്. ഏതായാലും ഇവിടെയുള്ള പൊതുദർശനം പൂർത്തിയായതിനു ശേഷം നാളെ രാവിലെയാണ് ഈ ശവസംസ്കാരം. 10 മണിക്കാണ് ശവസംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. 10 മണി വരെ മാതമംഗലത്ത്, ഇപ്പോൾ ഇവിടെ നിന്നും അരികലിൽ നിന്നും മാതമംഗലത്താണ് ബന്ധുവീട്ടിലാണ് മുസ്ലിം ലീഗ് ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന CPM പ്രവർത്തകൻ മരിച്ചു. കണ്ണൂർ അരിയിലെ വള്ളേരി മോഹനനാണ് മരിച്ചത്. 2012 ഫെബ്രുവരി 21-നാണ് മോഹനെ മുസ്ലിം ലീഗ് അക്രമി സംഘം ആക്രമിച്ചത്. ഇപ്പോൾ മോഹന്റെ പൊതുദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെയാണ് സംസ്കാര ചടങ്ങുകൾ.